എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രിയ. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് രണ്ട് വില്ലകളാണ്. ചെറിയ വ്യത്യാസത്തിലാണ് ലാൻഡ് അളവ് വരുന്നത്. ഒരു വീട് 4750 ഒരു വീട് 4850. സ്ക്വയർ ഫീറ്റ് 2000 തന്നെയാണ് വരുന്നത്. രണ്ട് ചെറുതായിട്ടുള്ള എമൗണ്ട് മാത്രമാണ് രണ്ടിലും വ്യത്യാസം വരുന്നത്. ഭംഗിയുള്ള വീടുകളായിട്ടാണ് രണ്ടെണ്ണവും ചെയ്തിരിക്കുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. എറണാകുളം ജില്ലയിൽ പൂക്കാട്ടുപടി പെരുമ്പാവൂർ റൂട്ടിൽ നിന്നും വെറും 750 മീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. നമുക്ക് ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ഡിസ്റ്റൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 13 കിലോമീറ്റർ, ഇടപ്പള്ളിയിലേക്ക് 15 കിലോമീറ്റർ, നമുക്ക് ആലുവ റെയിൽവേ സ്റ്റേഷൻ ആ ഭാഗങ്ങളിലേക്ക് മെട്രോയിലേക്കൊക്കെ പോകണമെങ്കിൽ 9 കിലോമീറ്റർ, എയർപോർട്ടിലേക്ക് 18 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് ഏകദേശം കിഴക്കമ്പലത്തിന്റെ അണ്ടറിലാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്കൂളുകൾ, ഹോസ്പിറ്റലുകളൊക്കെ നമുക്ക് ഇവിടെ വളരെ അടുത്തായിട്ട് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് വരുന്നത്. ബസ് റൂട്ടിൽ നിന്ന് വെറും 750 മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. വീട്ടിലേക്കുള്ള വഴി നോക്കുവാണെങ്കിൽ നല്ല വീതിയുള്ള ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച വഴികളാണ് വരുന്നത്. നമുക്ക് രണ്ട് വില്ലകളാണ് ഇവിടെ സെയിലിനായിട്ടുള്ളത്. 4750 ലാൻഡ് അളവിലും 4850 ലാൻഡ് അളവിലും. നമുക്ക് ഇതിനകത്ത് ലാൻഡ് കൂടുതലുള്ള വീട് തന്നെ ആദ്യം പരിചയപ്പെടാം. 4850 ലാൻഡും 2000 സ്ക്വയർ ഫീറ്റുമാണ് വരുന്നത്. 4 ബെഡ്റൂം. മധുര നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള ഡിസൈനിലാണ് ഓഫ് വൈറ്റ് ഷെയ്ഡിൽ കൊടുത്തിരിക്കുന്നത്. ക്രീം ഷെയ്ഡ് ആണെന്ന് പറയാം. ഭംഗിയുള്ള ഡിസൈനുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റുകൾ വരുന്നുണ്ട്. ഗേറ്റ് നോക്കുവാണെങ്കിൽ സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ രണ്ട് പില്ലറുകൾ, രണ്ട് ലാമ്പ് വരുന്നുണ്ട്. നമുക്ക് വീടിന്റെ ഒരു ഹൈലൈറ്റ് എന്നൊക്കെ പറയുന്നത് കാർ പോർച്ച് തന്നെയാണ്. ബിക്കോസ് അത് സെപ്പറേറ്റ് ആയിട്ട് അഡീഷണൽ ആയിട്ട് ചെയ്തിരിക്കുന്ന കാർ പോർച്ചുകൾ എപ്പോഴും വീടിനകത്ത് മുറ്റത്ത് കാണുന്നത് തന്നെ നമുക്കൊരു ഭംഗിയാണ്. ഭംഗിയുള്ള മോഡലിലും ഷേപ്പിലും ഒക്കെയാണ് കാർ പോർച്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് വീടിന്റെ ഫ്രണ്ടിൽ നല്ല സ്ഥലം കിട്ടുന്നത് കൊണ്ട് തന്നെ വീട്ടിലേക്ക് നോക്കുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് നമുക്ക് തോന്നുന്നത്. രണ്ട് വീടുകളുടെയും എലിവേഷൻ തമ്മിൽ കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല. ടെക്സ്ചർ വർക്കുകളിൽ വരുന്ന പെയിന്റുകളുടെ കളർ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് നേരെ നോക്കുമ്പോൾ തന്നെ വീടിന് എലിവേഷൻ വളരെ ഭംഗിയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ടെക്സ്ചർ വർക്കുകളും ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയുള്ള പെയിന്റിങ്ങും ഒക്കെ കൊടുത്തിട്ട് നമുക്ക് എളുപ്പത്തിൽ ഇഷ്ടം തോന്നുന്ന ഒരു മോഡലാണ് വീടിന് വരുന്നത്. മുകളിൽ പാനലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് എലിവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് തുറന്നിട്ട് നമ്മൾ നേരെ വരുന്നത് വിശാലമായ കോമ്പൗണ്ടിലേക്കാണ്. ഈ ഒരു മുറ്റം കംപ്ലീറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ സ്റ്റോൺസ് വിരിച്ചിട്ട് അതിനിടയിൽ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ നിന്നാണ് കയറി വന്നത്. നേരെ റൈറ്റ് സൈഡിൽ നോക്കുന്ന സമയത്ത് നമുക്കിവിടെ കിണർ കാണുന്നുണ്ട്. സൗത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത്. നമുക്കിവിടെ കിണറും ഉണ്ട്, അതുകൂടാതെ ബോർവെല്ലും കൂടെ ഉണ്ട്. രണ്ട് ടൈപ്പ് ഓഫ് വാട്ടറുകൾ അവൈലബിൾ ആണ്. കിണറിന്റെ അടുത്ത് തന്നെ ചെടികളൊക്കെ നടാനായിട്ട് സെപ്പറേറ്റ് നമുക്കൊരു ഏരിയ തന്നെ ഒരു ബോക്സ് ഷേപ്പിൽ അവിടെ കെട്ടിയുണ്ടാക്കിയിട്ടുണ്ട്. നേരെ കയറപ്പോൾ നമ്മൾ റൈറ്റ് സൈഡ് കണ്ടു. ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കാർ പോർച്ച് വരുന്നത്. അഡീഷണൽ ആയിട്ട് നമുക്ക് ചെയ്തിരിക്കുന്ന കാർ പോർച്ച് വീടിന്റെ ഭംഗിക്ക് മാറ്റം കൂട്ടുന്ന ഒന്ന് തന്നെയാണ്. ടോട്ടൽ നമുക്കൊരു 3 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ഈ ഒരു വീട്ടിൽ കിട്ടുന്നുണ്ട്. കാർ പോർച്ചിന്റെ ബാക്കിലായിട്ട് വരുന്ന ഈ ഭാഗത്ത് നമുക്ക് ഭംഗിയായിട്ട് തന്നെ സെപ്പറേറ്റ് ഏരിയ ഒക്കെ കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നമുക്ക് ചെടികൾ നടാനായിട്ട് യൂസ് ചെയ്യാം. കണ്ടിന്യൂ ചെയ്തു പോകുന്ന ബാക്കിലെ വഴി നോക്കുവാണെങ്കിൽ അവിടെ നല്ല സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെയെല്ലാം തന്നെ മെറ്റൽ ചിപ്പുകളാണ് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ റൈറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ വൈഡ് ആയിട്ട് തന്നെ സ്പേസ് ഒക്കെ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും കംപ്ലീറ്റ് ആയിട്ട് മെറ്റൽ ചിപ്പുകളാണ് വിരിച്ചിരിക്കുന്നത്. കിച്ചണിന്റെ ഒക്കെ ബാക്ക് സൈഡാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വർക്ക് ഏരിയ ഒക്കെ ആയിട്ടുള്ള സ്പേസ് ഇവിടെ സെപ്പറേറ്റ് കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഫ്ലോറിംഗും ചെയ്തിട്ടുണ്ട്, സൈഡും വെച്ചിട്ടുണ്ട്. ഇവിടെയും നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഏരിയ വരുന്നത്. വീടിന്റെ സിറ്റ് ഔട്ട് ഇവിടെയാണ്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. വലിയൊരു സിറ്റ് ഔട്ട് ആണ്. 4 ചെയറുകൾ വരെ പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഈ ഭാഗത്ത് നമുക്ക് ചെടിയൊക്കെ നടാനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഡെപ്തിൽ കുറച്ച് സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പില്ലറിലൊക്കെ ടെക്സ്ചർ വർക്കാണ്. മുകളിൽ ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. നമുക്ക് നേരെ മുകളിലേക്ക് നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടാണ് LED സ്ട്രിപ്പുകളും വലിയ LED ബൾബുകളും ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ വന്നിട്ട് വെസ്റ്റ് ഫേസിംഗ് ആണ്. പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഡോർ ഫേസ് ചെയ്യുന്നത്. രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ ഡിസൈൻ ഇങ്ങനെയാണ്. വീതിയുള്ള കട്ടളപ്പടിയാണ് വരുന്നത്. നമുക്ക് മഹാഗണിയില് ആഞ്ഞിലിയിലൊക്കെ ആയിട്ടാണ് ഇവിടുത്തെ എല്ലാ മരത്തിന്റെ വർക്കുകളും ചെയ്യുന്നത്. ഡോർ തുറന്നാൽ നമുക്ക് നേരെ ലിവിംഗ് സ്പേസ് കാണാം. ലിവിംഗ് സ്പേസിന്റെ നീളവും വീതിയും നോക്കുവാണെങ്കിൽ 14 അടി നീളവും 10 അടി വീതിയുമാണ് വരുന്നത്. ഡോർ തുറക്കുമ്പോൾ നമുക്ക് നേരെ കാണാൻ പറ്റുന്നത് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ആണ്. ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് കളറിൽ നല്ല ഭംഗിയായിട്ട് PVC പാനലും ചെയ്തിട്ടുണ്ട്. TV വെക്കാനായിട്ട് വൈറ്റ് കളർ ബോർഡാണ്.
താഴെയൊക്കെ വുഡൻ കളർ വർക്കിൽ നമുക്ക് ഷെൽഫുകളായിട്ടൊക്കെ കൺവേർട്ട് ചെയ്ത് ഓപ്പൺ ഷെൽഫുകളും ഡോറുകളൊക്കെ വെച്ച് ഡ്രോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൽ ലെഫ്റ്റ് സൈഡിലേക്കും വർക്കുകൾ കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. ഭംഗിയായിട്ട് വുഡൻ ബോക്സുകളൊക്കെ കൊടുത്തിട്ട് അതിനിടയിലൊക്കെ LED ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. സറൗണ്ടിങ് ഏരിയാസിലൊക്കെ വലിയ LED ബൾബുകളുമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വിൻഡോസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് 3 വിൻഡോസും മെയിൻ ഡോറിനടുത്തായിട്ട് ബാക്കിയുള്ള 3 വിൻഡോസുമാണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ ഒരു ഗ്രേ ഷെയ്ഡൊക്കെയാണ് ഭംഗിയായ ഡിസൈനിൽ നല്ലൊരു ഭംഗിயான ടൈലുകൾ തന്നെയാണ് ഇവിടെ എല്ലാം സെലക്ട് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ നമ്മുടെ നേരെ ഡൈനിങ്ങിലേക്ക് പോകുന്ന സമയത്ത് എൻട്രൻസ് വുഡൻ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മുകളിലൊക്കെ ചെറിയ ക്യൂബിക്കിളുകളായിട്ട് വരുന്നുണ്ട്. അവിടെയും ചെറിയ LED ലൈറ്റുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നുണ്ട്. സ്റ്റെപ്പുകളിലൊക്കെ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. ഫുഡ് ലാംപ്സ് വരുന്നുണ്ട്. ഹാൻഡ് റൈൽസ് ഒക്കെ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാള് കാണുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ ആയിട്ടൊരു ബെഡ്റൂം വരുന്നുണ്ട്. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് താഴെ 2 ബെഡ്റൂമുകളിൽ ഒന്നാമത്തെ ബെഡ്റൂമാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. റൂമിലേക്ക് എൻട്രി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇവിടുത്തെ ബാത്റൂം നിന്ന് കണ്ടിട്ട് പോകാം. ബാത്റൂം ടൈലുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഡിസൈനിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു ബാത്റൂം ആണെങ്കിലും സൗകര്യത്തോട് കൂടിയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് 10 അടി നീളവും 9 അടി വീതിയുമുള്ള ബെഡ്റൂമാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ 2 വിൻഡോസും ഇവിടെ 3 വിൻഡോസുമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. റൂഫിലാണെങ്കിൽ മിഡിൽ പോർഷനിൽ നമുക്ക് ഫാൻ തൂക്കാനുള്ള ഫെസിലിറ്റിയും ചെറിയൊരു സ്പേസ് ഇവിടെ വരുന്നുണ്ട്. ചുറ്റിലും LED ലൈറ്റുകളുമാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബ് വരുന്നത് ഇവിടെയാണ്. നമുക്ക് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലാണ് വാർഡ്രോബിന്റെ ഡോറുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനോട് കൂടി തന്നെ ഡ്രസ്സിംഗ് ടേബിൾ കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഡൈനിങ്ങിലേക്കാണ്. ഇവിടെയാണ് ലിവിംഗ് സ്പേസ് കണ്ടത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൈനിങ് സ്പേസിലാണ്. അത്യാവശ്യത്തിന് നല്ല സ്പേസ് ഒക്കെ കൊടുത്തിട്ടാണ് ഡൈനിങ് ഏരിയ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഡൈനിങ് സ്പേസിന്റെ നീളവും വീതിയും ഒക്കെ നോക്കുവാണെങ്കിൽ 13 അടി നീളവും 7 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പിന് താഴെയൊക്കെ വരുന്ന ഭാഗങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് കളറിൽ PVC പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 3 വിൻഡോസ് വരുന്നുണ്ട്. വാഷ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അത് വൈറ്റ് കളർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ജെറയുടെയാണ് വാഷ് ബേസിൻ വരുന്നത്. ബാക്ക്ഗ്രൗണ്ടും പാനലിംഗ് ആണ്. മിറർ വരുന്നുണ്ട്. ഭംഗിയായി സെപ്പറേറ്റ് ഒരു കേജിനകത്താണ് അത് വെച്ചിരിക്കുന്നത്. മുകളിലൊക്കെ ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇതുപോലെ ഒരു ഷെൽഫ് ഫെസിലിറ്റി വരുന്നുണ്ട്. നമുക്ക് ഒരുപാട് ക്രോക്കറി ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ട് ഈ ഒരു ഭാഗത്തുള്ള ഷെൽഫ് യൂസ് ചെയ്യാവുന്നതാണ്. നേരെ മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ഈ ഒരു ഏരിയ വരുന്നത്. ഏറ്റവും ടോപ്പിൽ നോക്കുവാണെങ്കിൽ നമുക്ക് അവിടെ സ്കൈ വിസിബിൾ ആണ്. അവിടെ ഗ്ലാസ് ഇട്ടിട്ട് അതിനകത്ത് നിന്ന് ഒരു ഹാങ്ങിങ് ലൈറ്റ് കൂടി കൊടുത്തിരിക്കുന്നത് കാണാൻ വളരെ ഭംഗിയായിട്ടുണ്ട്. നമുക്കിനി ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം കാണണം. ഇവിടെ നമ്മൾ ചെറിയൊരു പാർട്ടീഷൻ പോലെ കണ്ടിരുന്നു. ആ ഒരു പാർട്ടീഷന്റെ അകത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെയൊക്കെ നമുക്ക് നിറയെ ഷെൽഫുകളായിട്ടാണ് ഒരുപാട് സാധനങ്ങൾക്കുള്ള സ്റ്റോറേജ് സ്പേസ് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ആയിട്ട് ചെറിയൊരു വുഡൻ വർക്ക് കണ്ടിന്യൂ ചെയ്തു വരുന്നുണ്ട്. അവിടെയൊക്കെ LED ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ടോട്ടലി നോക്കുവാണെങ്കിൽ രണ്ടാമത്തെ ബെഡ്റൂം ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഡോറുകളെല്ലാം ഈ ഒരു പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. വലിയൊരു ബെഡ്റൂം തന്നെയാണ്. 14 അടി നീളവും 10 അടി വീതിയുമാണ്. നമുക്ക് ഇവിടെ 3 വിൻഡോസും ഇവിടെ 2 സിംഗിൾ വിൻഡോസും ആണ് കിട്ടുന്നത്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത്. അതിനോട് കൂടി തന്നെ ഡ്രസ്സിംഗ് ടേബിൾ കൂടി ഫെസിലിറ്റി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയും നമുക്ക് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലാണ് ഡോറുകൾ കൊടുത്തിരിക്കുന്നത്. ഭംഗിയുള്ള കളർ കോമ്പിനേഷനിലാണ് വാർഡ്രോബ് വരുന്നത്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഗ്രേ കളറുള്ള ഭംഗിയുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് സൗകര്യങ്ങൾ കൊടുത്തിട്ട് തന്നെയാണ് ഈ ഒരു ബാത്റൂം ചെയ്തിരിക്കുന്നത്. 2 ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞു. ഡൈനിങ് സ്പേസ് നിൽക്കുന്ന സമയത്ത് ഇവിടെ നിന്നാണ് കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ്ഡ് കിച്ചൺ ആണ്. നമുക്ക് ഇതുപോലെ ഡോർ ഒക്കെ വെച്ചിട്ടാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പം ഓപ്പൺ കിച്ചണുകളുടെ ഒരു ട്രെൻഡ് ആണെങ്കിൽ പോലും ഒരുപാട് പേര് ഇപ്പോഴും ഡോർ വെച്ച് ക്ലോസ് ചെയ്ത് കിച്ചൺ യൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. കവേർഡ് ആയിട്ടുള്ള കിച്ചൺ ആണ്. സ്പേഷ്യസ് ആണ്. നമുക്കൊരു 4 പേർക്ക് വരെ നിന്ന് മാനേജ് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഗ്രേ കളർ ടൈലാണ് സറൗണ്ടിങ് ഏരിയാസിലൊക്കെ വരുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നല്ല ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ക്യാബിനറ്റ്സ് കൂടാതെ തന്നെ ഇതുപോലുള്ള ഓപ്പൺ ഏരിയാസും ഒരുപാട് നമുക്ക് സ്റ്റോറേജ് സ്പേസിനായിട്ട് കിട്ടുന്നുണ്ട്. കിച്ചണിന്റെ കൗണ്ടർ ടോപ്പ് പോർഷൻ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഗ്രേ ടൈൽസ്. നമുക്ക് വിൻഡോസ് നോക്കുവാണെങ്കിൽ മുകളിൽ 3 വിൻഡോസ് വരുന്നുണ്ട്. താഴെ 2 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലാണെന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ടൊരു സിമ്പിൾ വർക്കും അവിടെ LED ലൈറ്റുകളുമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ഡോർ ഉണ്ട്. ഡോർ തുറന്നാൽ നേരെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. വർക്ക് ഏരിയ സ്പേസിലുള്ള വർക്കുകളൊക്കെ ചെയ്യാനുള്ള സ്റ്റാർട്ടിങ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. നമുക്ക് ആ ഭാഗത്തായിട്ട് പെർഗോള മോഡലിലാണ് ഗ്ലാസ് ഇട്ടിരിക്കുന്നത്. ഇവിടെയായിട്ട് 2 ഓപ്പൺ ചെയ്യാവുന്ന വിൻഡോസ് കൊടുത്തിട്ടുണ്ട്.
ഈ ഭാഗത്തുള്ള റൂഫിൽ ചെറിയ വർക്കുകൾ വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഒരു ഹാങ്ങിങ് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അതിന് മുകളിലൂടെ നോക്കുമ്പോൾ നമുക്ക് നല്ല വെളിച്ചം വരുന്നുണ്ട്. അവിടെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് വലിയൊരു ഹാള് തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പർ ലിവിംഗ് സ്പേസിനായിട്ട് നമുക്ക് അങ്ങോട്ടേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് സ്റ്റെപ്പ് കയറി ആദ്യം വന്ന് നിൽക്കുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു ഡോർ ഉണ്ട്. അത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഡോർ ആണ്. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുള്ള ഒരു യൂട്ടിലിറ്റി സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഫ്ലോർ ടൈലുകളൊക്കെ നോക്കുവാണെങ്കിൽ വുഡൻ കളർ ആയിട്ടുള്ള ടൈലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. സൈഡിലൊക്കെ നമുക്ക് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എയർ സർക്കുലേഷൻ ഉള്ള പ്രൊവിഷൻസ് ഇട്ടിട്ടുമുണ്ട്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ് കാണുന്നത്. ടെറസ് എത്തുന്നത് വരെ നമുക്ക് വെയിലും മഴയൊക്കെ കൊള്ളാതിരിക്കാനായിട്ട് റൂഫ് കവർ ചെയ്തിട്ടുണ്ട്. ടോപ്പിൽ വന്നിട്ട് ടെറസ് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. യൂട്ടിലിറ്റി ഏരിയ കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്തായിട്ടാണ് ടോട്ടൽ നോക്കുവാണെങ്കിൽ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂം സൈസ് ഒരു വലിയ സൈസ് തന്നെയാണ്. 14 അടി നീളവും 10.5 അടി വീതിയുമാണ് വരുന്നത്. 2 സിംഗിൾ വിൻഡോസ് ഇവിടെയും ബാക്കിയുള്ള 3 വിൻഡോസ് അവിടെയായിട്ടാണ് കിട്ടുന്നത്. റൂഫിന്റെ ഔട്ടർ പോർഷനുകളുള്ള ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിൽ വലിയ LED ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബും ഡ്രസ്സിംഗ് ടേബിളും അടുത്തടുത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലാണ് ഡോറുകൾ കൊടുത്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ അഡീഷണൽ ആയിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തുമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ഫ്ലോർ ടൈലുകളൊക്കെ ഭംഗിയുള്ള ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. കമ്പാരിറ്റീവ്ലി കുറച്ച് വലിയ ബാത്റൂം ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ബെഡ്റൂം കണ്ടാൽ നമ്മൾ നേരെ വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. ഇവിടെയായിട്ടാണ് നമുക്ക് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് ചെറിയൊരു വുഡൻ ബോക്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കബോർഡുകളായിട്ടാണ് ഇത് തിരിച്ചിരിക്കുന്നത്. TV വെക്കാനുള്ള പ്രൊവിഷനും പൈപ്പ് ലൈനും ഒക്കെ അവിടെയാണ് വരുന്നത്. ഇവിടെയായിട്ട് 3 വിൻഡോസും ആണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നല്ല ഭംഗിയുള്ള വർക്കുകളാണ് വരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ട് ഗ്രാഫിക്കൽ ഡിസൈനുകളൊക്കെ കൊടുത്തിട്ട് അതിനിടയിലൊക്കെ ചെറിയ LED ബൾബുകളാണ് വരുന്നത്. നമുക്ക് ഇവിടെ ആയിട്ടൊരു ഡോറ് വരുന്നുണ്ട്. അത് തുറന്നു കഴിഞ്ഞാൽ നേരെ ബാൽക്കണിയിലേക്കാണ് വരുന്നത്. നമുക്ക് വലിയൊരു ബാൽക്കണി തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. നല്ല വെളിച്ചമുള്ള ഒരു ബാൽക്കണി തന്നെയാണെന്ന് പറയാം. സൺലൈറ്റും കാറ്റും വെളിച്ചവും ഒക്കെ നല്ല രീതിയിൽ കിട്ടുന്ന ബാൽക്കണിയാണ് ഇവിടെ ഉള്ളത്. ഹാൻഡ് റൈൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ടഫിന്റെ ഗ്ലാസ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. റൂഫ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടാണ് LED സ്ട്രിപ്പുകളും ബൾബുകളും ഒക്കെ കൊടുത്തിരിക്കുന്നത്. വീടിന്റെ ഫ്രണ്ടിലേക്കുള്ള ആ ഒരു വ്യൂ ആണ് നമുക്ക് ഇവിടെ നിൽക്കുന്ന സമയത്ത് കിട്ടുന്നത്. ബാൽക്കണിയും കണ്ടു കഴിഞ്ഞു. ഫൈനലി നമുക്ക് ഇനി ഇവിടുത്തെ 4th ബെഡ്റൂം ആണ് കാണാനുള്ളത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 13 അടി നീളവും 9 അടി വീതിയുമാണ്. ഇവിടെ 2 വിൻഡോസ് വരുന്നുണ്ട്. ഇവിടെ 2 വിൻഡോസും ആ വോളിൽ ബാക്കിയുള്ള 2 വിൻഡോസും ആണ് കൊടുത്തിരിക്കുന്നത്. റൂഫിലാണെങ്കിൽ കുറച്ച് ചെറിയ വർക്കുകളൊക്കെ വരുന്നുണ്ട്. ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബും ഡ്രസ്സിംഗ് ടേബിളും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് ഒന്നിച്ചാണ് ഈ ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഡോറുകളോട് കൂടിയിട്ട് കൊടുത്തിരിക്കുന്നത്. 4ാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ടൈലുകളെല്ലാം ഏകദേശം ഒരേ യൂണിഫോം മോഡലിൽ തന്നെയാണ് വരുന്നത്. 4ാമത്തെ ബെഡ്റൂമും സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ടത് 2 വീടുകളാണ്. ഒരു വീടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത്. വളരെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള വ്യത്യാസങ്ങൾ മാത്രമാണ് 2ാമത്തെ വീടിനുള്ളത്. ഇന്ന് പരിചയപ്പെട്ട ഈ 2 വീടുകളും സെയിലിനുള്ളതാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പൂക്കാട്ടുപടി പെരുമ്പാവൂർ റൂട്ടിൽ നിന്നും വെറും 750 മീറ്റർ മാത്രം മാറിയുള്ള ഡിസ്റ്റൻസിലാണ്. 2 വീടുകളാണ് സെയിലിനുള്ളത്. ഇൻഫോ പാർക്കിലേക്ക് 13 കിലോമീറ്റർ, ഇടപ്പള്ളിയിലേക്ക് 15, എയർപോർട്ടിലേക്ക് 18, ഇങ്ങനെ നമുക്ക് വേണ്ട എല്ലാ സ്ഥലങ്ങളിലേക്കും ഈസി ആയിട്ട് എത്താവുന്ന ലൊക്കേഷനിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. 2 വീടുകൾ നോക്കുവാണെങ്കിൽ ചെറിയ വ്യത്യാസങ്ങളാണ് ലാൻഡ് അളവുകളിൽ വരുന്നത്. 4,750 4,850 ആണ് ലാൻഡ് അളവ് വരുന്നത്. നമുക്ക് നിയർലി 5 സെന്റ് അടുത്ത് തന്നെ വരുന്നുണ്ട്. 2 വീടുകളുടെയും സ്ക്വയർ ഫീറ്റ് 2000 തന്നെയാണ്. 4 ബെഡ്റൂമുകളാണ് 2 വീടുകൾക്കുള്ളത്. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പോർച്ചാണ് എടുത്തു പറയേണ്ട ഹൈലൈറ്റ്. വളരെ വലുതായിട്ടും സെപ്പറേറ്റ് ആയിട്ടുമാണ് ഇതുപോലെ പോർച്ച് ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. മുറ്റമൊക്കെ നോക്കുവാണെങ്കിൽ നല്ല സ്പേഷ്യസ് ആണ്. ചെടിച്ചട്ടികളൊക്കെ വയ്ക്കാനായിട്ട് നമുക്ക് ധാരാളം സ്ഥലം കിട്ടുന്നുണ്ട്. കിണർ വെള്ളവും ബോർവെല്ലും ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇന്ന് പരിചയപ്പെട്ട ഈ ഒരു വീടാണ് നമുക്ക് കമ്പാരിറ്റീവ്ലി കുറച്ച് വലിയ വീട്. അതിന്റെ ലാൻഡ് നോക്കുവാണെങ്കിൽ 4,850 ആണ് വരുന്നത്. 4.85 സെന്റിൽ 2000 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. ഇതിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 87 ലക്ഷവും മറ്റേ വീടിന് നമുക്കൊരു 100 ലിങ്സ് കുറവാണ്, 4,750. അതിന് 85 ലക്ഷവുമാണ് ചോദിക്കുന്നത്. സോ ഇന്ന് ഇവിടെ സെയിലിനായിട്ട് ഇട്ടിരിക്കുന്ന 4 ബെഡ്റൂമിന്റെ വീടുകൾ 2000 സ്ക്വയർ ഫീറ്റിന്റെയാണ്. അതിനകത്ത് ഒരു വീടിന് 85 ലക്ഷവും ഒരു വീടിന് 87 ലക്ഷവുമാണ് പ്രൈസ് വരുന്നത്. 85 ആൻഡ് 87 ലാക്സ് എന്നുള്ള ഇതിന്റെ പ്രൈസ് മാർബിൾ ഹോംസ് വഴി പർച്ചേസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ നെഗോഷ്യബിൾ ആക്കി വാങ്ങി തരാനായിട്ട് ട്രൈ ചെയ്യുന്നതാണ്. ലോൺ ഫെസിലിറ്റി നിങ്ങൾക്ക് ഈ വീടിന് അവൈലബിൾ ആണ്. ഒട്ടും വൈകണ്ട, എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങൾ അറിയാനും കാണാനും ഒക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ചാനലിലൂടെ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.